ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നാം യഥാർത്ഥത്തിൽ നേടേണ്ടതെന്താണ്? കുറേ സമ്പത്ത് നേടി, അതിമനോഹരമായ വീട് കയറ്റി, കുറേ ഭൂമി വാങ്ങിക്കൂട്ടി, ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടായി, നല്ല വിദ്യാഭ്യാസ യോഗ്യത നേടി, ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം നമുക്ക് സന്തുഷ്ടി കൈവരിക്കാൻ സാധിക്കുകയില്ല. നാം എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് ആ ഉൽപ്പത്തി സ്ഥാനത്തെത്തുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണത അനുഭവമാകൂ. നാം ഒരു തീർത്ഥാടനത്തിന് പോയാൽ എല്ലാ കാഴ്ചകളും കണ്ട് അവസാനം നാം പുറപ്പെട്ട ദിക്കിൽ തന്നെ എത്തുമ്പോഴാണ് നമുക്ക് ആ കണ്ടതിനെക്കുറിച്ചെല്ലാം പരിപൂർണ സംതൃപ്തി അനുഭവമാവുക. തീർത്ഥാടനത്തിന് പോയി വഴിയിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് താമസമാക്കിയെന്നിരിക്കട്ടെ, അത് തൻ്റെ ലക്ഷ്യം പ്രാപിക്കുന്നതിന് തടസ്സമായി വരികയാണ്. പുറപ്പെട്ട ദിക്കിൽ തന്നെ എത്തിച്ചേരുമ്പോഴാണ് പൂർണ്ണത അനുഭവമാവുക. അതിനാൽ നാം എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അവിടേക്കായിരിക്കണം നാം എത്തിച്ചേരേണ്ടത്. അതാണ് നദികൾ സർവശക്തിയും ഉപയോഗിച്ച് സമുദ്രത്തിലെത്താൻ വെമ്പൽ കൊള്ളുന്നത്. സമുദ്രത്തിൽ നിന്നും നീരാവിയായി പൊന്തുന്ന മേഘം കാറ്റിൻ്റെ സഹായത്തോടെ അടിച്ച് അത് തണുത്ത പ്രതലത്തിലെത്തി മഴയായി വർഷിക്കുന്നു. മഴയായി വർഷിച്ചത് അരുവിയായി, പല അരുവികൾ ചേർന്ന് പുഴയായി അത് സമുദ്രത്തെ ലക്ഷ്യമാക്കി ഓടുന്നു. സമുദ്രത്തിൽ നിന്നുണ്ടായ മേഘം തണുത്ത് മഴയായി വർഷിച്ച് അത് നദിയായി പരിണമിച്ച് അത് സമുദ്രത്തിലേക്ക് ഒഴുകുന്നു. സമുദ്രത്തിലെത്തുമ്പോൾ അവിടെ അത് പരിപൂർണാവസ്ഥയിൽ എത്തുകയാണ്. അപ്രകാരമാണ് നമ്മുടെ ജീവിതവും. നാം ഏതൊന്നിൽ നിന്നാണോ ഉണ്ടായത്, ഏതൊന്നിൽ നിന്നെല്ലാം ഉണ്ടായി, ഏതൊന്നിലെല്ലാം ലയിച്ചിടുന്നു. ഏതിൽ നിന്നാണോ നമ്മൾ ഉണ്ടായത്, ഏതിലാണോ നമ്മൾ നിലനിൽക്കുന്നത്, ഏതിനാണോ ലയിക്കുന്നത്, ആ ലയം പ്രാപിക്കുന്നത് വരെ നമ്മൾ അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടേയിരിക്കും. മനുഷ്യന് യഥാർത്ഥമായിട്ടുള്ള ലാഭം എന്താണ്? യഥാർത്ഥ ലാഭം മർത്യന്നു ഭഗവത് ഭക്തി മാത്രമാം. ഭജിപ്പാൻ കൊള്ളുമീ മർത്യ ശരീരം ശരിയാം ഗൃഹം. നമ്മുടെ ശരിയായ ഗൃഹം ഏതാണെന്ന് ചോദിച്ചാൽ മർത്യ ശരീരമാണ്. മറ്റനേക ശരീരങ്ങളുണ്ട്, അതിലൊന്നും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കാത്തതാണ്. മർത്യദേഹം കൊണ്ട് മാത്രമേ തൻ്റെ ഉൽപ്പത്തി സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ, തന്നെ അറിയാൻ സാധിക്കൂ. പരമാനന്ദ സ്വരൂപിയായിരിക്കുന്ന ആ പരമാത്മാവാണ് താനെന്ന പരമസത്യം ബോധിക്കാൻ തൻ്റെ ഈ ശരീരം അനിവാര്യമായ ഒരു ഘടകമാണ്. അതാണ് യഥാർത്ഥ ലാഭം മർത്യന്നോ ഭഗവത് ഭക്തി മാത്രമാം. നമുക്ക് യഥാർത്ഥത്തിലുള്ള ലാഭം എന്താണ്? ഈശ്വരഭക്തിയാണ്. അതുപോലെ കുറേ പണം നേടുന്നതോ, വീട് വയ്ക്കുന്നതോ, അതുപോലെ കുടുംബാദികളെ വർദ്ധിപ്പിക്കുന്നതോ, ഭൂമി വാരിക്കൂട്ടുന്നതോ അല്ല ലാഭം. യഥാർത്ഥ ലാഭം മർത്യന്നോ ഭഗവത് ഭക്തി മാത്രമാം. ഈശ്വരഭക്തിയാണ് ഏറ്റവും വലിയ ലാഭം, യഥാർത്ഥമായ ലാഭം. ഭജിപ്പാൻ കൊള്ളുമീ മർത്യ ശരീരം ശരിയാം ഗൃഹം. ഭഗവാനെ ഭജിക്കാൻ കൊള്ളുന്ന, അതിന് മാത്രം പറ്റുന്ന ഈ മർത്യദേഹമാണ് ശരിയായ ഗൃഹം. അതാണിതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരമാണ് ഈശ്വരൻ ഇരിക്കാനുള്ള ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഈ ക്ഷേത്രത്തെ അറിയുന്നത് ആരാണോ അതാണ് ക്ഷേത്രജ്ഞൻ. ഈ ശരീരം കൊണ്ട് ക്ഷേത്രജ്ഞനെ തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ മറ്റൊരു ശരീരം കൊണ്ടും
അതിന് സാധ്യമല്ല. അത്രയും ഉത്കൃഷ്ടമായ മർത്യദേഹം ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. ഈ ശരീരത്തെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തിയാൽ നാം കൃതകൃത്യരാകും. അല്ലെങ്കിൽ ഇത് വെറുതെ നാം വെറും ഭോഗങ്ങൾക്കാണ് വിനിയോഗിക്കുന്നതെങ്കിൽ അവസാനം നിരാശയും ഭയവും ദുഃഖവുമായിരിക്കും ഫലം. കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം വധ കളയരുതാരും, മരണം വരുമിനി എന്ന് നിനച്ചിഹ മരുവുക സതതം നാരായണ ജയാം. ഈ ദേഹത്തിനൊരു അവസാനമുണ്ട്. അതെപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതിനാൽ അതിപ്പോൾ തന്നെയാണെങ്കിലും നാം അതിന് സന്നദ്ധരാകണം. നമ്മെ അയച്ച ഒരാൾ വിളിക്കുമ്പോൾ നാം തിരിഞ്ഞു നോക്കാതെ ചെല്ലാതിരിക്കാൻ സാധിക്കുകയില്ല. അത് തിരിഞ്ഞു നോക്കാതെ നാം അയച്ചവൻ്റെ കൂടെ പോവാൻ തയ്യാറാവുന്നു. അതിനാൽ യഥാർത്ഥ ലാഭം മർത്യന്നു ഭഗവത് ഭക്തി മാത്രമാം, ഭജിപ്പാൻ കൊള്ളുമീ മർത്യ ശരീരം ശരിയാം ഗൃഹം.